സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നത് ഗൗരവകരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് എപ്പോഴാണ് മുഖ്യമന്ത്രി അറിഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കടത്ത് വിഷയം തന്നിൽ നിന്ന് മറച്ചുവെച്ചെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 21 തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കടത്തിയ പണത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനാൽ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് ആവശ്യപ്പെടുമെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന അഭിമുഖം PR ഏജൻസി വഴി നടത്തിയതാണെന്ന് വെളിപ്പെടുത്തിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായയെ നന്നാക്കാൻ PR ഏജൻസിയെ കൂട്ടുപിടിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്നതാണ് വെളിപ്പെടുത്തൽ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. മലപ്പുറം ജില്ലയിലെ ആൾക്കാർ സ്വർണ്ണക്കടത്തുകാരല്ല, സ്വർണം കടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിലാണ്. ആരാണ് PR ഏജൻസിക്ക് പിന്നിലെന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതിനിടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് CPI നിലപാട് ആവർത്തിച്ചത്. CPM CPI നേതൃത്വ യോഗങ്ങൾ നാളെ ചേരാനിരിക്കുന്നതിന് മുന്നോടിയായാണ് നിർണായക കൂടിക്കാഴ്ച. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു.